ജയശങ്കർ സാർ, അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒന്നോ രണ്ടോ ലോക രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് ഉയർത്തിയ ഒരു വലിയ ഭീഷണിയുണ്ട്. താരിഫിന്റെ രൂപത്തിൽ ട്രംപിന്റെ ഈ താരിഫ് ഭീഷണി ചെറിയ രീതിയിലൊന്നുമല്ല പിടിച്ചുലച്ചത്. ഇന്ത്യ ആ സമയത്ത് വലിയ വിവാദങ്ങളിൽ പെട്ടിരുന്നു. പക്ഷെ ഇന്ത്യ എടുത്ത ചില നിലപാടുകൾ കണ്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇന്ത്യയെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാം എന്ന് കരുതിയ അമേരിക്ക, അതേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിൽ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദത്തിലാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചെന്നെത്തി നിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കക്കെതിരായി വലിയ പ്രതിഷേധമുയർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അമേരിക്ക ചെന്നുപെട്ടിരിക്കുന്നത് ഒരു നരിമടയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയായിരിക്കും അമേരിക്ക ഇതിൽ നിന്ന് കരകയറാൻ പോകുന്നത്? ഇവിടെ നമ്മൾ കണ്ടതാണ്, അതായത് റൈസിംഗ് ഇന്ത്യ, അതായത് കുതിച്ചുയരുന്ന ഇന്ത്യ. ആ ഇന്ത്യയെ അടിക്കാൻ വന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആ അടിക്കാൻ നോക്കിയ ആ ഒരു സ്റ്റെപ്പാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു അബദ്ധം. അതായത് കുതിച്ചുയരുന്ന ഇന്ത്യയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യമില്ലാത്ത ചില ഡിമാൻഡുകൾ ഇന്ത്യക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കി. നമ്മുടെ പ്രധാനമന്ത്രി ചിരിച്ചില്ല, കരഞ്ഞില്ല, ദുഃഖം മുഖത്ത് കാണിച്ചില്ല, മൗനം നടിച്ചു. നിശബ്ദമായിരുന്ന് ആൾട്ടർനേറ്റീവായിട്ട് അമേരിക്കയ്ക്ക് പണി കൊടുത്തു. ഇതാണ് ട്രംപിന് ഞെട്ടിച്ചത്. ആ കൊടുത്ത പണിയാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം ഇന്ത്യ 10-20 കൊല്ലമായിട്ട്, അതായത് ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി 10 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ത്യ ഒരു 10-20-30 കൊല്ലമായിട്ട് ഈ അമേരിക്കയും യൂറോപ്പും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾ, ട്രേഡ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വളരെ കിണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അമേരിക്കക്കാട്ടിയും വളരെ ശക്തമായിരുന്നു, അല്ലെങ്കിൽ വളരെ നൂലാമാലകൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന സംവിധാന ഓരോ തരം ഡിമാൻഡുകളായിരുന്നു യൂറോപ്പിനുണ്ടായിരുന്നത്. അപ്പൊ ഈ അമേരിക്ക ഒരു ഡിമാൻഡുമായി വന്നപ്പോ, അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോ ഇന്ത്യ സൈലന്റായി, ഒന്നും പറയാൻ പോയില്ല, ഒരു റിക്വസ്റ്റിനും പോയില്ല. ഈ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്തു? യൂറോപ്പുമായി സംസാരിച്ചത് മുന്നേ സംസാരം തുടങ്ങിയിരുന്നു. പക്ഷെ ഈ യൂറോപ്പിനുള്ള കുഴപ്പം എന്താ അറിയോ? യൂറോപ്പിന്റെ ഈ ട്രേഡിംഗ് നിയമ ആ സംവിധാനങ്ങളിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. അതായത് വളരെ നിഷ്കർഷമായിട്ട് അവർ ക്വാളിറ്റി, അക്കൗണ്ടിങ്, പാക്കിങ്, ലോജിസ്റ്റിക്, ഇതൊക്കെ വളരെ കർശനമാണ് അവരുടെ. ഇതിന് യാതൊരു ഇളവും അവർ തരില്ല. അത് കാരണം ഇത് പലപ്പോഴും ഇന്ത്യക്ക് ആ കരാറ് മുന്നോട്ട് കൊണ്ടുപോകാനോ അത് ശരിയായി വരുത്താനോ പറ്റാതിരിക്കുമ്പോഴാണ് ഈ അമേരിക്ക ഈ ഒരു ഡിമാൻഡ് കൂട്ടിക്കൊണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അമേരിക്ക ഡിമാൻഡ് കൂട്ടിക്കൊണ്ടിരുന്നത്. അതിന് വേണ്ട മറുപടി കൊടുക്കാതെ ഇന്ത്യ വീണ്ടും യൂറോപ്പുമായിട്ട് സഹകരിക്കാനുള്ള ആ ഉടമ്പടികളെല്ലാം അങ്ങോട്ട് അതിനെ മറികടക്കാണ്. എങ്ങനെ കടന്നു എന്നുള്ളൊരു അത്ഭുതമാണ്. കാരണം അവരുടെ ക്വാളിറ്റി, അക്കൗണ്ടിങ്, ലോജിസ്റ്റിക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ. ഇതൊക്കെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ അവിടെ ഈ റൈമൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റൈൽ കമ്പനി ഉണ്ട്, റൈമൻസ് ഇന്ത്യ. ഈ റൈമൻസ് ഇന്ത്യയുടെ ആൾമോസ്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ മുഴുവൻ UK ബേസ്ഡ് ആണ്. മാർക്കറ്റിംഗ് പോകുന്നത് ഇന്ത്യയിലാണ്, പ്രൊഡക്ഷൻ റൈമൻ കമ്പനിയുടെ. പക്ഷെ അത് യൂറോപ്പിൽ പോയിട്ട് ഈ സെയിം തുണി വാങ്ങുമ്പോൾ റേമൻ എന്നുള്ള പേരിൽ നമുക്ക് കിട്ടില്ല. പക്ഷെ ഈ റേമൻ വളരെ വേൾഡ് വൈഡ് പേരുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ത്യയുടെ. പക്ഷെ റേമൻ ഇന്ത്യ എന്ന പേരിൽ അത് വേൾഡിൽ അറിയില്ല. പക്ഷെ ഈ യൂറോപ്പ് UK ബേസ്ഡ് കമ്പനി വന്നിട്ട് ഈ റേമൻ കമ്പനിയിൽ
അതിന്റെ കമ്പനിയിൽ അതിന്റെ പ്രതിനിധി സ്ഥിരമായിട്ട് ഇരിക്കും. അവിടെ ഏതൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് എന്ന് ഇവിടെ ജോലിക്ക് വരും. എന്തിനാ അവർ വരുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, അതിന്റെ എല്ലാ കാര്യങ്ങളും A to Z അതിന്റെ അത് മുഴുവൻ ചെക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞാലാണ് ഇത് കയറ്റി വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ കൺസൈൻമെന്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ആ ക്വാളിറ്റി നിഷ്കർഷിച്ചിട്ടാണ് ഇത് ഇവിടുന്ന് പോവുക. ഈ പോകുന്ന ആ ടെക്സ്റ്റൈലില് റേമന്റിന്റെ ഒരു പേര് പോലും പാടില്ല. എന്നാലും റേമന്റിനെ സംബന്ധിച്ചോളം കുഴപ്പമില്ല, ബൾക്ക് ഓർഡർ കിട്ടുകയാണ്, അവരിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. ഈ സാധനം അവിടെ പോയിട്ട് UK പോയിട്ട് വേറെ പേരിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ക്വാളിറ്റി കാരണം വളരെ ഡിമാൻഡാണ്. എന്നിട്ട് ആ UK പ്രോഡക്റ്റ്, അതാണ് തമാശ, ആ UK പോയിട്ട് ആ UK കമ്പനിയുടെ പേരിൽ അത് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കാരത് വാങ്ങുന്നു. ഭയങ്കര അത്ഭുതം അതൊക്കെ. അപ്പോ ഇത്തരത്തിൽ ഈ UKയുടെ ആ കളിയിൽ ഇന്ന് ഇന്ത്യ അവരെ വരച്ച വരയിൽ നിർത്തി ആ UK ട്രേഡിങ് കറക്റ്റായി. ഇപ്പൊ നമുക്കുള്ള ഗുണം എന്താ അറിയോ? നമ്മുടെ അവിടെ UK നിന്നും ജർമ്മനിയിൽ നിന്നും വരുന്ന നമ്മുടെ ഇവിടെ ആഡംബര കാറുകളുണ്ട്. അതായത് മെഴ്സിഡസ് ബെൻസ്, BMW, അല്ലെങ്കിൽ ഓഡി കാറുകൾ, പല കാറുകളും. ഈ കാറുകളെല്ലാം അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഉപയോഗിക്കുന്നതിന്റെ 3 or 4 ഇരട്ടി വിലയാണ് ഇന്ത്യയിൽ ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ, അതിന്റെ ടാക്സും മറ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോ ഇനി യൂറോപ്പുമായിട്ട് ഈ ഉടമ്പടിയിൽ നമ്മൾ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇനി യൂറോപ്പിൽ നിന്ന് വരുന്ന ഏത് പ്രോഡക്റ്റ് ആയാലും ഈ അവിടെ വിൽക്കുന്ന, അതായത് ഇപ്പൊ ഉദാഹരണം ഇപ്പൊ മെഴ്സിഡസ് ബെൻസ് കാറ് ഇനി ഇത് ഇവിടെ പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വിലയുടെ പകുതി വില പോലും ഉണ്ടാവില്ല. ആ ലെവലിലേക്ക് യൂറോപ്പ് പ്രോഡക്റ്റുകൾ മുഴുവൻ ഇന്ത്യയിൽ കിട്ടാൻ പോവാണ്. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ലഭ്യരായിട്ടിരിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോ അമേരിക്കക്ക് മനസ്സിലായി ഇന്ത്യയുടെ മുകളിൽ വലിയ ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആൾട്ടർനേറ്റ് പണി തിരിച്ചു തരുമെന്ന് ഇപ്പൊ അമേരിക്കക്ക് മനസ്സിലായി, ട്രംപിന് മനസ്സിലായി കഴിഞ്ഞു. അത് ഏത് ഫീൽഡിലായാലും. ഇതിപ്പോ ഒരു എക്സാമ്പിളാ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ ഇന്ത്യയോട് കളിക്കുന്നത് ഇനി സൂക്ഷിച്ചു വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന് മനസ്സിലായി. ഇനി ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഒരു ആറ്റമിക് വിഷയവുമായിട്ട്, ആറ്റമിക് അണുബോംബുമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇറാനിൽ പോയിട്ട് യുദ്ധം തുടങ്ങി അനാവശ്യമായിട്ട് ഇപ്പൊ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഈ വിഷയത്തില് സത്യത്തിൽ ഇറാന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇറാന്റെ പ്രധാനമന്ത്രിയെ ഇവര് കൊന്നുകളഞ്ഞു. ഇപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശരിയായൊരു ലീഡർ ഇല്ലാത്ത അവസ്ഥയാണ്. അവിടെ ഈ മരിച്ച ആളുടെ മകനെ ഇന്നത്തെ അവകാശിയായി പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ മിനിഞ്ഞാന്ന് അവിടുന്ന് ന്യൂസ് വരുന്നു അവിടെ ഇപ്പോ മിലിറ്ററിയും ഒക്കെ വേറെ വേറെയായി, പലതരം ഭരണസ്തംഭന ഇറാനിലായി എന്നൊക്കെ. അത് ഈ ട്രംപിന് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ട്രംപിന് ഇനി അവിടെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് അവിടെ നിലവിലുള്ള ഉന്നത ഹൈ ഒഫീഷ്യലുമായി സംസാരിക്കാൻ ഇന്ന് ലോകത്തില് ഒരു നേതാവിനെ കാണണമെങ്കിൽ അത് ട്രംപ് ഇപ്പൊ കാണുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും അവിടെ ചിലവരുമായി വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതാണ് പറയുന്നത്, ഒരു നരിമടയിൽ പോയി വീണ് കിടക്കുന്ന ട്രംപിന് അതിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് കടക്കണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആവശ്യം വരുന്നു. കാരണം ഈ ഇന്ത്യയെ പലതരം ഡിമാൻഡുകൾ ഉണ്ടാക്കി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചതാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ്. അതും കുതിച്ചുയരുന്ന ഇന്ത്യയോട്. ഓരോ കൊല്ലം ചെല്ലും തോറും ഇന്ത്യ ആദ്യം നമ്പർ 6 ആയിരുന്നു, നമ്പർ 5 ആയി, ഇപ്പൊ നമ്പർ 4 ആയി, ഇപ്പൊ ആൾമോസ്റ്റ് നമ്പർ 3 എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഇന്ത്യ ഓരോ വർഷവും കുതിച്ചുയരുകയാണ്. ഇന്ത്യയുടെ ഫോഴ്സ്, അതായത് നാവിക, കര സേനകളൊക്കെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന തരത്തിൽ പൊന്തി വരികയാണ്. ഇതൊക്കെ ട്രംപിന്റെ മനസ്സിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങള് അംഗീകരിക്കുന്ന ഒരു വലിയ നമ്പർ 1 നേതാവാണെന്ന് അമേരിക്കൻ പ്രസിഡന്റിന് വരെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ
നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അമേരിക്കൻ പ്രസിഡന്റിന് എന്തെങ്കിലും സഹായം ചെയ്യുകയുള്ളൂ. അതൊരു ഡിമാൻഡ് ബേസിൽ ഒരിക്കലും ഇന്ത്യ പോവുകയില്ല. ഇനി ഇന്ത്യയുടെ പോളിസി ഞാൻ പറയാം. ഇന്ത്യ ഒരാളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സാധനം പിടിച്ചു വാങ്ങില്ല. അതേമാതിരി നിർബന്ധിച്ച് ഒരു സാധനവും ഒരാളെയും അടിച്ചേൽപ്പിക്കുകയുമില്ല. ഇതാണ് ഇന്ത്യയുടെ പോളിസി. ഇന്ത്യക്ക് ആവശ്യം സ്വയം തോന്നി, സ്വയം അംഗീകരിച്ച് അത് ഏറ്റെടുക്കുന്നതാണ് ഇന്ത്യയുടെ പോളിസി. അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയവും. നമ്മൾ ഒരാളിലും ഡിമാൻഡായിട്ട് പോവില്ല, ഒരാളിലും അടിച്ചേൽപ്പിക്കാനും പോകില്ല. അതാണ് ഇന്ത്യയുടെ. ഇപ്പൊ ഇന്ത്യയുടെ ഓരോ സൈനിക സാധനം, നമ്മുടെ ഇപ്പൊ അഗ്നി തുടങ്ങിയ പല ബ്രഹ്മോസ്, ഇതൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ ഇത് വലിയ ഡിമാൻഡായി മാറുമെന്ന് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ജർമ്മനിക്കും ചൈനയ്ക്കും ഒക്കെ അറിയാം. അപ്പോ അത് ഇന്ത്യയുടെ പ്രത്യേക ഒരു കഴിവ് തന്നെയാണെന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിച്ച് തന്നേ പറ്റൂ. യെസ്, എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ കുരുക്ക് മുറുകുന്നു എന്ന് വേണം കരുതാൻ. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് അമേരിക്ക എത്തുകയാണ്. ഏത് വിധത്തിൽ അമേരിക്കയ്ക്ക് പ്രതിസന്ധി മറികടക്കാനാകും എന്നതാണ് ലോകരാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യവും. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.